ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡാസ്ക്രിപ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സേഫ് പാൽ വാലറ്റ് എങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മുന്നത്തെ ആഴ്ചയിലാണെന്ന് തോന്നുന്നത് ഞാൻ ഈ ഒരു സേഫ് പാലിൻ്റെത് അൺബോക്സ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ആണെന്ന് കൺഫേം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്ത്. അത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അതേപോലെ ഒതൻറ്റിക്കേഷൻ കാണിച്ചു. പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ വാലറ്റും ഹാർഡ്വെയറിൻ്റെ വാലറ്റും തമ്മിലുള്ള ഡിഫറൻസസും ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സേഫ് പാൽ വാലറ്റ് കോൺഫിഗർ ചെയ്യണേ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എത്തേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. ഇതൊരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് നോട്ടിഫിക്കേഷൻ സർവീസസ് ആണ്. എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ ഇപ്പോൾ കറൻ്റ് DeFi, ഗെയിമിംഗ്, Web3 സർവീസ്, മെസ്സേജിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കറൻ്റ് ഈ ഒരു ടോക്കണിൻ്റെ വില എന്ന് പറയുന്നത് 33 സെൻസ് ആണ്. പുഷ് എന്നാണ് ടോക്കണിൻ്റെ ടിക്കർ. ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ഇവർ ലിസ്റ്റഡ് ആണ്. മാക്സ് സപ്ലൈ എന്ന് പറയുന്നത് വെറും 100 മില്യൺ ടോക്കൺസ് ഇതിനേ ഉള്ളൂ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഏകദേശം 40% ഗ്രോത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിന്. ഒരുവിധം ടോപ്പ് പ്രൊജക്ട്സ് ഒക്കെ ആയിട്ട് ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ബ്രൗസർ പ്ലഗിനും ഒക്കെ അവൈലബിൾ ആണ് ഇവർക്ക്. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡിവൈസ് ഓൺ ആക്കാം. ഞാനിത് പവർ ബട്ടൺ ഈ സൈഡിലാണ്, അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓണാവും. ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന പാടെ തന്നെ ആദ്യം ലാംഗ്വേജാണ് ചോദിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷ് നോക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ ബട്ടൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്. പിന്നെ ബാക്കിൽ പോകണമെങ്കിലും ഈ സ്വിച്ച് തന്നെയാണ്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ചാണ്. സബ്മിറ്റിന് സെൻറ്ററിലാണ് ഓക്കെ. അപ്പോൾ ഞാൻ വീണ്ടും ഓക്കെ കൊടുക്കുകയാണ്. വെൽക്കം ടു സേഫ്പാൽ. ഇറ്റ് വിൽ ടേക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ടു കോൺഫിഗർ യുവർ വാലറ്റ് ഫസ്റ്റ്. ആർ യു റെഡി? ലെറ്റ്സ് ബിഗിൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓൾറെഡി വാലറ്റ് ഉണ്ട്, നമ്മുടെ ഒരു സേഫ്പാൽ വാലറ്റ് ഉണ്ട്. അത് കളഞ്ഞു പോയി അല്ലെങ്കിൽ നശിച്ചു പോയെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ അടിയിലാക്കിയിട്ട് റിക്കവർ മൈ വാലറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പുതിയതായിട്ടൊരു വാലറ്റാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് കൊടുക്കുകയാണ്. ഫ്രേസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 24-ൻ്റെ 12-ൻ്റെ 18-ൻ്റെ ഇത് എത്രണ്ണത്തിൻ്റെ വേണമെങ്കിലും ഫ്രേസ് കൊടുക്കാം. ഞാൻ 12 സെലക്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ 4 അവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത് അറിയണമായിട്ട് താഴേക്ക് പോകണം. അപ്പോൾ ഞാനിതൊന്ന് എഴുതിയെടുക്കട്ടെ, അതിന് ശേഷം ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ കോഡ് വേർഡ്സ് ഒക്കെ എഴുതി വെച്ചു. ഇപ്പോൾ കാണിക്കുന്നത് only 2 steps away. നെക്സ്റ്റ് വി നീഡ് ടു വെരിഫൈ യുവർ ന്യൂമോണിക് ഫ്രേസ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരുന്നില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ന്യൂമോണിക് ഫ്രേസ് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. 12 എണ്ണം ഇതിൽ സെലക്ട് ചെയ്യണ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തു. ഇനി ഞാൻ എൻ്റെ പിന്ന് സെറ്റ് ചെയ്യണം. സെറ്റപ്പ് മൈ പിന്ന്. ഞാൻ പിന്ന് സെറ്റ് ചെയ്യട്ടെ. 6 കോഡാണ് ചോദിക്കുന്നത്. ഞാൻ 6 അടിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി അടിക്കാൻ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും കൊടുക്കട്ടെ. അപ്പോൾ രണ്ടാമതും അടിച്ചിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. കോൺഫിഗറിങ് 10 മുതൽ 15 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി എൻ്റെ വാലറ്റിൻ്റെ പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റാട്ടം തന്നെ കൊടുക്കാം. കൺഫേം യുവർ വാലറ്റ് നെയിം. ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ സേഫ്പാലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി എൻ്റെ മൊബൈലിലുണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ വാലറ്റായിട്ട് യൂസ് ചെയ്യുന്നതും സേഫ്പാൽ വാലറ്റ് തന്നെയാണ്. ഇതിലിനി നമ്മൾ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് മുകളിൽ ഞെക്കുക. എന്നിട്ട് ആഡ് വാലറ്റ് എന്ന് കൊടുക്കുക. അതിപ്പോൾ ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഓൾറെഡി ഉള്ള ഇതിലുള്ള വാലറ്റ്സ് ആണ്, സോഫ്റ്റ്വെയർ വാലറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ട് ഹാർഡ്വെയർ വാലറ്റ് ആണോ സോഫ്റ്റ്വെയർ വാലറ്റ് എന്നാണ്. ഞാൻ ഹാർഡ്വെയർ വാലറ്റ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൊരു പാസ്വേഡ് ഉണ്ട്. അത് ഞാൻ എൻ്റെ ഈ ഒരു ആപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു QR കോഡ് കാണിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു QR കോഡ് കിട്ടി. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ടു പെയർ വിത്ത് ദിസ് വാലറ്റ് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ പിൻ കോഡ് ചോദിക്കും. ഞാൻ നേരത്തെ അടിച്ചു കൊടുത്തല്ലോ, ആ പിൻ കോഡ് അടിക്കുകയാണ്. പിൻ കോഡ് അടിച്ചു, ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു QR കോഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഫോൺ എടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ആ QR കോഡ് ഇതിൽ സ്കാൻ ചെയ്യണം, ഫോണിന് സ്കാൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതും സ്കാനായി. അപ്പോൾ Congrats, you are ready to explore the safe and easy Safepal world. To provide a better customer support, we have built invite-only Discord channel for hardware wallet users. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല, ക്ലോസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള വാലറ്റാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സോഫ്റ്റ്വെയർ വാലറ്റ് തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. ഈ ഒരു വാലറ്റ് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സേഫ്പാലിൻ്റെ ഡിവൈസ് എൻ്റെ കയ്യിൽ വേണം. ഈ QR കോഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നേരെ ഇതെടുക്കുക. Web20 അഡ്രസ്സ് ഇതാണ്. ഇത് കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കുക. ഇതിലേക്ക് ഈ ഒരു വാലറ്റിലേക്ക് ഏതെങ്കിലും കോയിൻ സെൻഡ് ചെയ്യണമെങ്കിൽ, അഥവാ നമുക്ക് ഈ ഒരു വാലറ്റിൽ നിന്ന് വേറെ ആരെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് BNB അഡ്രസ്സ് അയച്ചിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ ടോക്കൺസൊക്കെ സെക്യൂർ ആയിരിക്കും.
ഇനി അഥവാ നിങ്ങൾക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് തന്നെ എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യണമെങ്കിൽ സേഫ്പാൽ വാലറ്റിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാർക്കറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ബൈനാൻസ് ആയിട്ടൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ബൈനാൻസിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ സ്പോട്ട് വാലറ്റ് മാത്രമേ ഇപ്പോൾ കറൻറ്റ്ലി പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ സ്വാപ്പ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി. അപ്പോൾ കൂടുതലും മാർക്കറ്റൊക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് മാർക്കറ്റ് യൂസ് ചെയ്യാം. ഇതേപോലെ ഇത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് എന്നുള്ള ഇത് വെച്ച് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കൊടുത്ത നമ്മുടെ ബൈനാൻസിൻ്റെ ഈ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ബൈനാൻസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സ്മോട്ട് ഉണ്ട്. അപ്പോൾ ഏത് വാലറ്റ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഹാർഡ്വെയർ വാലറ്റാണ് കൊടുത്തേക്കണെങ്കിൽ ഹാർഡ്വെയർ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ വാലറ്റിൽ നിന്ന് തന്നെ ബൈനാൻസ് യൂസ് ചെയ്ത് സ്പോട്ട് വാലറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് KYC ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റ് കോൺഫിഗർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കോയിൻസ് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ അഡ്രസ്സിലേക്ക് കൊടുക്കാവുന്നതുള്ളൂ. ഈ ഒരു അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്തെടുക്കുക. ഇവിടുന്ന് സെൻഡ് ചെയ്യണമെങ്കിലും എളുപ്പമാണ്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും നടത്തിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അൺബൈൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാലറ്റ് അൺബൈൻഡിങ് വില്ല നോട്ട് അഫക്റ്റ് എനി ഫംഗ്ഷനാലിറ്റി ഓഫ് സേഫ്പാൽ ആപ്പ് ഓർ വാലറ്റ്. യു ക്യാൻ പെയർ അഗെയിൻ എനി ടൈം കൺഫേം അപ്പോൾ എൻ്റെ സെക്യൂരിറ്റി പാസ്വേഡ് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ സെക്യൂരിറ്റി പാസ്വേഡ് കൊടുത്തപ്പോൾ ആ ഒരു വാലറ്റ് അൺലിങ്ക് കഴിഞ്ഞ് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഹാർഡ്വെയർ വാലറ്റ് വഴി പോയിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഓഫ് വീണ്ടും അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. ഓൺ ആകുമ്പോൾ വീണ്ടും ആ ഒരു വാലറ്റ് കാണിക്കും. വേണ്ട, സ്കാൻ ചെയ്യാനുള്ള കാണിക്കുള്ളൂ നേരിട്ട്. ഇത് ഓഫാക്കാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് അമർത്തി പിടിക്കുക, ഓഫാക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വാലറ്റ് കോൺഫിഗർ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. QR കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ട് സേഫ്പാൽ ആപ്പിൽ നിന്ന് അത് അൺബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള കണക്ഷൻ കഴിഞ്ഞു. വീണ്ടും നമുക്ക് ബൈൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇത് ഓണാക്കി QR കോഡ് സ്കാൻ ചെയ്യണം. പിന്നെ വീണ്ടും മറ്റേന്ന് തിരിച്ചിങ്ങോട്ട് സ്കാൻ ചെയ്യണം. അപ്പോൾ വീണ്ടും ബൈൻഡ് ആവും. എന്നിട്ട് ട്രാൻസാക്ഷൻ നടത്തുക. അത് കഴിഞ്ഞ് അൺബൈൻഡ് ചെയ്യുക. പിന്നെ ബൈനാൻസ് സേഫ്പാൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് സേഫ്പാൽ വാലറ്റ് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ കറൻറ്റ്ലി സ്പോട്ട് ട്രേഡ് മാത്രമേ നിങ്ങൾക്ക് ബൈനാൻസ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് KYCയുടെ ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.